മക്കളെ നന്നായതിന്റെ ഐശ്വര്യം മുഴുവൻ നിന്റെ മുഖത്ത് കാണാനുണ്ട്. ഇത് പാരാ? എന്തു പറ്റിയടി? ചതിച്ചു. ആ തറവാട്ടുകാര് മുഴുവനുണ്ട്. അതിനിപ്പോ എന്താ? നീ പോയി വാതിലോർക്ക്. എടി, അയാളുണ്ട്. എന്നെ കണ്ട കുഴപ്പാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? വാതില് തുറക്കൂ. അയ്യോ കുട്ടി, വാതില് തുറക്കാൻ. കുട്ടി, വാതില് തുറക്ക്. എവിടെ കളം വരച്ച കുട്ടി? ആ കുട്ടിയോടെ ഇല്ലേ? ഞാനിവിടെ ഉണ്ട്. മോളുടെ കുളിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലായിരുന്നോ? ഇല്ല, കുളിക്കണം. എന്നാ പിന്നെ അയാൾ കുളിച്ചായിട്ട് മുത്തശ്ശി, നമുക്ക് പിന്നീട് വരാം. അയ്യോ കുഴപ്പമില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. തിരുമേനിമാർക്കൊക്കെ കുട്ടിയെ കുറിച്ച് വലിയ അഭിപ്രായമാണ്. കുട്ടി ഉണ്ടായതുകൊണ്ട് മാത്രമാ ഈ നാഗപൂജ ഇത്രയും ഭംഗിയായിട്ട് നടന്നെന്നാ അവരെല്ലാവരും പറയുന്നേ. ഒരർത്ഥത്തിൽ ഞങ്ങളുടെ തറവാടിന്റെ പാരമ്പര്യം തന്നെയാണ് കുട്ടി കാത്തു സൂക്ഷിച്ച. നന്നായി മോളെ, ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കുട്ടിക്കായിട്ടുണ്ടാവും. കളരിക്കൽ തറവാടിന് ഇത്രയും നല്ല കാര്യം ചെയ്ത കുട്ടിക്ക് ഞങ്ങളുടെ വക ഒരു സമ്മാനമുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് കളരിക്കൽ തറവാട്ടിൽ സൂക്ഷിക്കുന്നതാ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമായത്. ഇതിന്റെ അവകാശി ഇനി മോളാ. സുമിത്രേ, ഇത് കുട്ടിയുടെ കയ്യിൽ ഇട്ടുകൊടുക്കൂ. കൈ നീട്ട്. ഈ വിനയവും ഐശ്വര്യവും എന്നും ഈശ്വരൻ നിലനിർത്തി തരട്ടെ. എന്നാ പിന്നെ മോളുടെ കുളിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ശരി. രക്ഷപ്പെട്ടു. കോളടിച്ചല്ലോ. പാരമ്പര്യ വളയെന്നൊക്കെ പറയുമ്പോഴേ നിസാര വിലയൊന്നും ആയിരിക്കില്ല. ഇതെന്താ വരാത്തെ? മറന്നുപോയോ? മൊത്തത്തില് കൊള്ളാലോ ഇവരുടെ തറവാട്.